ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു ഈവനിങ് മിനി വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോട്ടക്കിലുള്ള ഒരു ചെറിയൊരു എക്സ്പോ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ഒരു കാർഡ് സെറ്റപ്പിലൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട്. പിന്നെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഈ റോബോട്ടിക് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ കിടന്ന് പായാണ്. ഞങ്ങളും കിടന്ന് പായായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ഈ ഒരു പൂമ്പാറ്റ, അതുപോലെ ഈ ഒരുപാട് പൂക്കൾ, അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഇത് കണ്ടു. പിന്നെ കടുവ, ആന, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, പക്ഷെ നമുക്ക് കണ്ടാൽ ഒറിജിനലായിട്ട് വിട്ടെന്ന് ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് അക്കൂറിയാണ്. പിന്നെ ഈ മീനൊക്കെ കണ്ടാൽ നമുക്ക് നമ്മുടെ മുള്ളം പന്നിയുടെ ഒരു ലുക്കൊക്കെ തോന്നും. പിന്നെ മെയിനായിട്ട് ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ അണ്ടർ വാട്ടർ അക്കൂറി ഉണ്ടല്ലോ, അത് കാണാനായിട്ടാണ്. നമ്മൾ ഈ ഫോണിലും ടി വിയിലും ഒക്കെ കണ്ടിട്ട് ഇത് ഭയങ്കര കൗതുകമാണ് ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇന്ന് അത് കാണാനായിട്ടാണ് മെയിനായിട്ട് എത്തിയിട്ടുള്ളത്. സത്യം പറയാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഞാൻ എൻ്റെ മോൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അവർ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാനത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഈ ചെറിയ മീനുണ്ടല്ലോ, ഈ കളർ മീൻ, അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ വലിയ മീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓരോ മുന്നോട്ട് നടക്കുന്നതും വലിയ മീൻ വലിയതായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതാ മീനാണ്, ഈ മീനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചിരുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വലിയ മീൻ ഇതായിരുന്നു കേട്ടോ, അണ്ടർ വാട്ടർ ടണലിൻ്റെ. അപ്പോൾ ഓരോന്നിങ്ങനെ പല ഇത് നമ്മുടെ ഈ കടലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഏകദേശമൊക്കെ നമുക്കിത് നമ്മൾ ഈ ഫോണിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഇത് ഫീൽ ചെയ്യും. പിന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാജിങ്ങിൻ്റെതും ഫ്ലോർ വാഷ് ചെയ്യണതും പിന്നെ കുറേ മാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ ഈ കോഴിക്കോടൻ ഹൽവ ഉണ്ടല്ലോ, അത് ഉണ്ട്. അതിൽ നമ്മൾ പല വെറൈറ്റി ഹൽവകളാണ് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് കിട്ടാത്ത. പിന്നെ അച്ചാറുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് കൂടെ ഒന്നും പോകാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ക്ലോത്ത് വിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിയ ആയിട്ടുള്ള ഒരുപാട് മിഠായികളുണ്ടായിരുന്നു. പിന്നെ ബുക്സ് ഉണ്ടായിരുന്നു ഒരുപാട്. പിന്നെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് പറ്റിയത്, കിച്ചണിലേക്കുള്ളത് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ടോയ്സ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ എൻ്റെ മോക്കൊരു വലിയായിരുന്നു, എങ്ങനെയൊക്കെയോ പിടിച്ച് കൊണ്ടുപോയി. എത്ര വാങ്ങിയിട്ടും കാര്യമില്ല. അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പോലും ചിലപ്പം വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ വെറുതെ അതിനായിട്ട് കുറേ എക്സ്പെൻസ് ചിലവാക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒരുപാട് ഗെയിമിൻ്റെ ഉണ്ട്. പിന്നെ പാമ്പ്, ഇതുപോലുള്ള ഒരുപാട് ജീവികളെ വേണമെങ്കിൽ പിടിക്കാനുള്ളതൊക്കെ ഉണ്ട്. പോപ്കോണ്, പിന്നെ നമ്മൾ പണ്ട് സ്കൂൾ മുതലേ കാണുന്ന ഈ പേരെഴുതിയ മോതിരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കമ്മൽ, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഒരു ഫുഡിൻ്റെ ഒരു മെയിനായിട്ടൊരു ഏരിയ തന്നെയുണ്ട്. പിന്നെ ഞാനിത് ആദ്യമായിട്ട് കാണും. നമ്മൾ ഈ ഫോണിലൊക്കെ കാണില്ലേ ഈ ഐസ്ക്രീമിൻ്റെ ഒരു പറ്റിക്കണ സംഭവം, അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി കണ്ടിരുന്നു. അപ്പം നമുക്ക് ചമ്മലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും അതിന് നിന്നില്ല, അങ്ങനെ കണ്ടു നിന്നൊക്കെ രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നു. ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിക്കാത്ത ഒരുപാട് ഫുഡ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4-5 വെറൈറ്റി നമ്മൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കഴിക്കണം എന്ന് കരുതൂലേ, ആ ഒരു ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഒന്നാമത് ആദ്യത്തെ കഴിച്ചതാണ് ബോളി പായസം. നമ്മുടെ ഈ മലപ്പുറത്തൊന്നും അങ്ങനെ ഒരുപാട് ഇതൊന്നും കിട്ടൂല. അത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് പോലും. പിന്നെ നമ്മൾ ഈ പൊട്ടാറ്റോ റോള്, അതൊക്കെ സൂപ്പറായിരുന്നു, അതൊക്കെ കഴിച്ചു. എല്ലാം ഓരോന്ന് എടുക്കുക, ഞങ്ങൾ എല്ലാവരും കൂടെ ട്രയൽ ചെയ്യുക, അങ്ങനെയായിരുന്നു. അല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം വേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ മോളോ അല്ലെങ്കിൽ അനിയത്തിയൊന്നും ഇത് ഒട്ടും കഴിച്ചിരുന്നില്ല. പിന്നെ പാവ് ബജിയാണെന്ന് ഇത് തോന്നുന്നത്, അത് കഴിച്ചു. പിന്നെ ഒരു സർബത്ത് കഴിച്ചു, അതൊട്ടും കൊള്ളൂലായിരുന്നു. പിന്നെ പാനിപൂരി, ഇതൊക്കെ ഒരുപാട് മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്. പിന്നെ വെറൈറ്റി ഫ്ലേവർ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അത് 2 കഴിച്ചു. ഏതോ ചിക്കു അങ്ങനെ ഫ്ലേവർ ഏതോ ആയിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളും ഒരുപാട് ഇങ്ങനെ യന്ത്രൂഞ്ഞാല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിനും നിന്നില്ല. മോന് പുറത്ത് കരയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമ്മ വിളിച്ചതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. അപ്പോൾ ഇന്ന് റിമി ടോമി വരുന്നുണ്ട്, അതിൻ്റെ തിരക്കാണ്. അതിനിടയിൽ എൻ്റെ ചെരുപ്പിൻ്റെ ഉള്ളിലൊരു കമ്പിയും കുടുങ്ങി. പിന്നെ ഒരു 7up കഴിച്ചിട്ട് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയി സംസാരിച്ചിരുന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.